കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ നമുക്കറിയാം. കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് എത്രയധികം വളർന്നിട്ടുണ്ട് എന്ന്. ആ മേഖലയിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള പുരോഗതി ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കേരളത്തിൻ്റെ പേര് കൂടുതൽ എത്തിക്കുന്നതിൽ, സഞ്ചാരികളെ കൂടുതലായി ഇവിടെ എത്തിക്കുന്നതിൽ, നമ്മളുടെ ടൂറിസം ഇടങ്ങളിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവർക്ക് തൃപ്തികരമായ ഒരു യാത്ര പ്രദാനം ചെയ്യുന്നതിലൊക്കെ എത്രമാത്രം കേരളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ഈ ഫോർട്ട് കൊച്ചിയെ മാത്രം മുൻനിർത്തിപ്പോലും നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെന്നാലും ആ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാവുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നതിൽ ഒന്ന് ടൂറിസം മേഖലയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രി നൽകുന്ന പിന്തുണ, അദ്ദേഹത്തിൻ്റെ മുൻകൈ എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സെഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇനിയും കേരളം മുന്നോട്ട് സഞ്ചരിക്കേണ്ട വഴികൾ ഏതൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നമ്മളോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് നാം ഇങ്ങനെ ഒരു സെഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് പറയും. നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങൾക്കുള്ള ഇനിയും ഉള്ള കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് പരസ്പരം പങ്കുവെക്കാം. നിശ്ചയമായിട്ടും യുവാക്കളായ നിങ്ങൾക്ക് അനേകം പുതിയ പദ്ധതികൾ, ആലോചനകൾ ഒക്കെ മുന്നോട്ട് വെക്കാനുണ്ടാവും. നിശ്ചയമായിട്ടും ഈ കൊടുക്കുവാങ്ങലിലൂടെ, ഈ ഒരു സംവാദത്തിലൂടെ നമുക്ക് നമ്മുടെ സാധ്യതകളെ കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുവാനൊക്കെ കൂടിയുള്ള ഒരു അവസരമായിട്ട് നമ്മളിതിനെ കണ്ടുകൊണ്ട് ഈ സംവാദം മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ വളരെ സ്നേഹപൂർവ്വം സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ശ്രീ ബെന്യാമിൻ, ശ്രീ റഹീം MP, ശ്രീ സനോജ്, സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒരു വർഷം കൊണ്ട് തന്നെ ലോകത്താകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു യുവജന സംഘടന ഇത്ര വിപുലമായി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 2ാം എഡിഷൻ ഇത്തവണ ഇന്നലെ ആരംഭിച്ച് 12-ാം തീയതി, 9-ാം തീയതി ആരംഭിച്ച് 12-ാം തീയതി ജനുവരി 12-ന് സമാപിക്കുകയാണ്. ഇതിനകം തന്നെ 2ാം എഡിഷൻ സോഷ്യൽ മീഡിയയിലൂടെ വലിയ നിലയിൽ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. 82 സെഷനുകളിലായി 250-ലധികം അതിഥികളാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യുന്ന ജെൻ സെഡ്, കാലവും ലോകവും എന്ന ആശയം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ്. ശ്രീ ബെന്യാമിനെ പോലെയുള്ളവർ മുന്നിൽ നിന്നുകൊണ്ട് എങ്ങനെയായിരിക്കണം യുവസമൂഹത്തെ ആകർഷിക്കുന്ന നിലയിലേക്കൊരു സാംസ്കാരിക കൂട്ടായ്മ, ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കേണ്ടത് എന്നുള്ളത് ഇതിനകം തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കൂടുതൽ പറയാൻ വേണ്ടി വന്നതല്ല, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ കേരളത്തിൻ്റെ ടൂറിസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെയും കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ കുതിപ്പിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിൻ്റെ നിർണായക നിലപാടുകൾ കൈക്കൊള്ളേണ്ടതിൻ്റെയും ഒക്കെ ആവശ്യകത ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഇഞ്ച് സ്ഥലം പോലും, ഒരു പഞ്ചായത്ത് പോലും ടൂറിസം സാധ്യതയില്ലാത്തതല്ല എന്നുള്ളതാണ്. ഭൂവിസ്തൃതിയിൽ ഇന്ത്യയുടെ ഭൂപടത്തിലൊക്കെ കേരളം ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും കേരളത്തിൽ കടലുണ്ട്, കായലുണ്ട്, നദികളുണ്ട്, മലയോരമുണ്ട്, ഇടനാടുണ്ട്. എല്ലാ നിലയിലും കേരളം ടൂറിസത്തിന് അനന്തമായ ഇടമാണ്. പ്രകൃതി രമണീയമായ ഇടങ്ങൾ പോലെ തന്നെ
ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ സ്ഥലങ്ങൾ, സാംസ്കാരിക പ്രത്യേകതകളുള്ള ഇടങ്ങളൊക്കെ തന്നെ കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിന് ഏറെ സഹായകരമാണ്. ഈ നിലയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ മാത്രം ചുറ്റിപ്പറ്റിയാണ് കേരളത്തിൻ്റെ ടൂറിസം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മാറ്റി കേരളമാകെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് കേരളത്തിലാകെ ഒരു ടൂറിസം വൈബ് സൃഷ്ടിക്കാനാണ് പൊതുവെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യുവജന സംഘടനകൾ വലിയ പിന്തുണ നൽകുന്നുണ്ട്, യുവജനങ്ങൾ വലിയ പിന്തുണ നൽകുന്നുണ്ട്. ആ പിന്തുണ ഇന്നത്തെ ഈ സംസാരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിമർശനങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉയർത്തണം. അത് ഉയർത്തി അതിൽ ഇടപെട്ട് അടിയന്തരമായി തീരുമാനങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നത് തീരുമാനിക്കുകയും അടിയന്തരമായി തിരുത്താൻ സാധിക്കുന്നത് തിരുത്തുകയും സമയമെടുത്ത് തീരുമാനിക്കാൻ സാധിക്കുന്നത് സമയമെടുത്ത് തീരുമാനിക്കുകയും സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്യാൻ സർക്കാർ തയ്യാറാണോ എന്ന് ചൂണ്ടിക്കാട്ടുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് അവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കുന്നതോടൊപ്പം തന്നെ എനിക്കൊപ്പം വന്ന 1-2 പേർ എഴുതിയെടുക്കുന്നുമുണ്ട് എന്ന് മാത്രം ചൂണ്ടിക്കാട്ടുന്നു. നിങ്ങൾ ഇരിക്കുന്നവരെ ഒട്ടുമിക്ക ആളുകളെയും നേരിട്ട് പരിചയമുള്ളവരാണ്, എല്ലാവരും നല്ല പ്രാസംഗികരാണ്. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് ടൂറിസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊരു പ്രസംഗമല്ല എന്ന് ഓർത്തുകൊണ്ട് പോയിൻ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയണം എന്നുകൂടി അഭ്യർത്ഥിക്കുക. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ നമ്മുടെ പരിപാടിക്ക് കാശ്മീരിൽ നിന്ന് വന്ന കവി ഗുർവീന്ദർ സ്വാമി റെസ്റ്റ് ഹൗസിൽ ഇരിക്കുമ്പം എന്നോട് പറയുകയായിരുന്നു, ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. കാശ്മീരിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. ഇത്രയും മനോഹരമായ ഒരു റെസ്റ്റ് ഹൗസ്, സർക്കാർ ഗസ്റ്റ് ഹൗസ് ഞാൻ ഇന്നേ വരെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉണ്ട്, അദ്ദേഹം എല്ലാ വേദികളിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. നാളെ അദ്ദേഹത്തിൻ്റെ സെഷനുമുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല എങ്കിൽ പോലും അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചത്, എങ്ങനെയാണ് നമ്മളുടെ ടൂറിസം സാധ്യതകൾ ഒരാൾ വിഷണറിയായ ഒരാൾ വന്നപ്പോൾ മെച്ചപ്പെടുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പം നിങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ചോദ്യങ്ങളിലേക്ക് മാത്രം കടന്നുകൊണ്ട് വിശദീകരണങ്ങളില്ലാതെ വളരെ വേഗമായാൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. ചോദ്യവും നിർദ്ദേശങ്ങളുമാവാം, പലതരത്തിലുള്ള നിർദ്ദേശങ്ങളുമാവാം. പെട്ടെന്ന് മൈക്ക് കൊടുക്കും. ഇവിടെ എന്തുകൊണ്ട് ടൂറിസം ആവശ്യമായ പദ്ധതി കൊണ്ടുവരുന്നില്ല? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചാർജ് ശേഷം ഫസ്റ്റ് ബീച്ച് സന്ദർശിക്കുകയും പിറ്റേ ദിവസം ദൃശ്യമാധ്യമ പദ്ധതിയിലൊക്കെ പോസ്റ്റ് ചാനൽ വന്നു. നമ്മുടെ ജനങ്ങളും എല്ലാവരും വളരെയധികം പ്രതീക്ഷയിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ മോശാലമാണ്. ടൂറിസത്തിൽ പല മാറ്റങ്ങളും വരുന്നു. ഭരണത്തിൽ വന്നിട്ട് 4 വർഷത്തോളമായി ഇതുവരെ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അവസ്ഥ പഴയമായിട്ട് തന്നെ. ഇനി ശേഷിക്കുന്ന 1 വർഷം എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ കോവിഡ് രൂക്ഷമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. രൂക്ഷമായ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ അയൽപ്പക്കത്ത് പോലും പോകാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ വരുന്നത് നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റാത്ത കാര്യമാണ്. പക്ഷേ സർക്കാർ ആ സമയത്ത് പ്രതിസന്ധി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ, അവ എങ്ങനെയൊക്കെ നടപ്പിലാക്കാമെന്നുള്ളത് പരിശോധിക്കുകയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രകടന പത്രികയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയൊരു കാര്യം മലബാറിലെ ടൂറിസത്തിന് പ്രത്യേക പ്രാധാന്യം നൽകണമെന്നുള്ളതാണ്. അത് എന്തെങ്കിലും ഒരു പ്രാദേശികവാദത്തിൻ്റെ ഭാഗമായിട്ടല്ല. കേരളത്തിൽ സഞ്ചാരികളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ, ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഒരിക്കൽ കൂടി പരിശോധിച്ചു, വെറും 6% ആളുകൾ മാത്രമാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വരുന്നത്.
6% മാത്രം. അതായത് 100 പേർ വന്നാൽ 6 പേർ മാത്രം. തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഈ 7 ജില്ലകളിൽ മറ്റ് 7 ജില്ലകളിലുള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലെ തന്നെ നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെ എന്തുകൊണ്ട് സഞ്ചാരികൾ വരുന്നില്ല? ഒന്ന്, നമ്മളൊരു പ്രാധാന്യമെന്ന് പറഞ്ഞാൽ അമിത പ്രാധാന്യമല്ല, ഒരു സാധ്യതക്കനുസരിച്ചുള്ള പ്രാധാന്യം ഇവിടങ്ങളിൽ നൽകേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുകയും അത് പ്രകടന പത്രികയിൽ എഴുതി വെക്കുകയും ചെയ്തു. നമ്മൾ ടൂറിസത്തിന് ഫണ്ട് നൽകുന്നതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ വലിയ പരിഗണന കൊടുത്തിട്ടുള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലെ മുസിരിസ് പ്രൊജക്റ്റ് നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. ബിനാലെ നമ്മുടെ മുമ്പിലുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ നിലയിലും എറണാകുളം ജില്ലക്ക് എല്ലാ പരിഗണനയും കൊടുക്കും, ഇനിയും അത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാൽ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള മലബാറിലെ ടൂറിസത്തെ വികസിപ്പിച്ചാൽ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ വേണ്ടി പോകുന്നത് കേരള സ്റ്റേറ്റാണ്. ആ നിലയിലാണ് കേരളത്തിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പഴയതിനേക്കാൾ കുറച്ചധികം ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ചത് കൊണ്ട് തന്നെ അത് ആര് ടൂറിസം മന്ത്രിയായാലും LDFൻ്റെ സർക്കാരാണെങ്കിൽ പ്രകടന പത്രികയിൽ എഴുതി വെച്ചത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മലബാറിലെ 7 ജില്ലകളിലും ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വയനാട് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യത എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയില്ല? സ്വയം വിമർശനപരമായ ഒരു പരിശോധന നമ്മൾ നടത്തുമ്പോൾ 2 സ്റ്റേറ്റ് ബൗണ്ടറി പങ്കിടുന്ന ഒരു ജില്ലയാണ് വയനാട്, കർണാടകയും തമിഴ്നാടും. 3 ജില്ലാ ബൗണ്ടറികൾ പങ്കിടുന്ന ഒരു ജില്ലയാണ് വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ. പ്രകൃതി രമണീയമായ ഇടങ്ങളാണ് വയനാടിൻ്റെ പ്രത്യേകത. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ തലസ്ഥാനത്തേക്ക് വരുന്നതിനേക്കാൾ എളുപ്പം കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ എത്തിച്ചേരാനാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IT ഹബ്ബാണ് ബാംഗ്ലൂർ. വയനാട് ടൂറിസത്തെ ഞങ്ങൾ ബാംഗ്ലൂരിൽ മാർക്കറ്റ് ചെയ്യാനും ബാംഗ്ലൂരിൻ്റെ വീക്കെൻഡ് വയനാടാക്കി മാറ്റാനും പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു. ബാംഗ്ലൂരിലെ സിനിമാ തിയേറ്ററുകളിൽ സ്ലൈഡുകൾ, ബാംഗ്ലൂരിലെ ന്യൂസ് പേപ്പറുകളിൽ പരസ്യങ്ങൾ, ബാംഗ്ലൂരിലെ എയർപോർട്ടിൽ പ്രത്യേക പ്രചരണം തുടങ്ങി വയനാട് ടൂറിസത്തെ ബാംഗ്ലൂരിൽ പേസ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായി വയനാട് ഇന്ന് വരെ കാണാത്ത സർവകാല റെക്കോർഡ് സഞ്ചാരികൾ വന്നു. ബാംഗ്ലൂരിലെ IT ഹബിൻ്റെ പ്രത്യേകത നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ഒരുപാട് യുവാക്കളുണ്ട്, അവരാണ് അധികം വന്നത്. അതിലൂടെ നോർത്ത് ഇന്ത്യയിലും ഇത് പ്രസിദ്ധമായി. അങ്ങനെ വയനാടിൽ റൂം കിട്ടാത്ത സ്ഥിതി വന്നു. വയനാട് രൂപം കൊണ്ടതിന് ശേഷമുള്ള സർവകാല റെക്കോർഡ് ടൂറിസ്റ്റുകളുണ്ടായി. ഇത് ഓരോ ജില്ലയുടെയും പ്രത്യേകതയാണ്. കാസർഗോഡ് ജില്ലയിലെ ബേക്കലിൻ്റെ അനന്ത സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ഇന്ത്യയിലെ ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ളത് ഇപ്പോൾ കേരളത്തിലാണ്. കാസർഗോഡുള്ളവർ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഒരു പഞ്ചായത്തിൽ 3 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ഉദുമ പഞ്ചായത്തിൽ 3 5 സ്റ്റാർ ഹോട്ടലാണ്. 5 സ്റ്റാർ ഹോട്ടൽ വരിക എന്ന് പറഞ്ഞാൽ കുറേ ആൾക്ക് ജോലി കിട്ടും, സഞ്ചാരികൾക്ക് താമസിക്കാം, ഇങ്ങനെ എല്ലാ സൗകര്യവും ഒരുക്കാനായി. എന്തുകൊണ്ട് മലബാറിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നില്ല? ഒന്ന്, ഹോസ്പിറ്റാലിറ്റിയാണ്. അത് 5 സ്റ്റാർ ഹോട്ടൽ വന്നാൽ മാത്രം പരിഹരിക്കാൻ പറ്റുന്നതല്ല. സാധാരണ ടൂറിസ്റ്റുകൾക്ക് കൂടി താമസിക്കാൻ സൗകര്യം ഒരുക്കണം. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ബഹുമാനപ്പെട്ട ബെന്യാമിൻജിയുടെ ഗസ്റ്റ് ഹൗസ് എന്നാണ് പറയുന്നത്, റെസ്റ്റ് ഹൗസാണ്, നമ്മുടെ PWD റെസ്റ്റ് ഹൗസാണ്. കേരളത്തിലെ PWD റെസ്റ്റ് ഹൗസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. നേരത്തെ ഒരു റൂം കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ജില്ലയാണോ, ഇപ്പോൾ കൊച്ചിയിലുള്ള ഒരാൾക്ക് കാസർഗോഡ് ഒരു മുറി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂരുള്ള ഒരു മനുഷ്യന് കൊല്ലത്ത് റെസ്റ്റ് ഹൗസിൽ റൂം കിട്ടണമെങ്കിൽ അവിടുത്തെ കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു അപേക്ഷ കൊടുക്കണം. അത് പിന്നെ തിരുവനന്തപുരത്ത് പോയി തിരിച്ച്, അത് ഏത് ജില്ലയാണ് അവിടെ പോയി തിരിച്ച് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരണം. അടുത്ത മാസം ഒരു കല്യാണമാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ആളതിൻ്റെ വഴിക്ക് പോകും. ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതോടുകൂടി സ്പോട്ടിൽ ഇരുന്ന ഇരിപ്പിൽ നമുക്കിപ്പോൾ റൂം കിട്ടും. 3 വർഷം കൊണ്ട് 2021 നവംബർ 1 ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് 3 വർഷം കൊണ്ട്
20 കോടിയിലധികം അധിക വരുമാനം നമുക്ക് കിട്ടുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ്. ഇത് കേരളത്തിലാകെ ഗുണമുണ്ടായി, മലബാറിൽ പ്രത്യേകിച്ച് ഗുണമുണ്ടായി. ഇതിൻ്റെ ഗുണം കേരള ടൂറിസത്തിനാണ്. ഇനി കൊച്ചി എടുത്താൽ, ഫോർട്ട് കൊച്ചി എടുത്താൽ, കേരള ടൂറിസം നല്ല നിലയിൽ ഫണ്ട് അനുവദിച്ച ഒരു പ്രദേശമാണ് ഫോർട്ട് കൊച്ചി. ഇപ്പോൾ ഈ റെസ്റ്റ് ഹൗസ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നേരത്തെ ഇതിൻ്റെ ചിത്രം എന്താണ്? കഴിഞ്ഞ വർഷത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുമ്പോഴും ഈ റെസ്റ്റ് ഹൗസ് ഇവിടെയുണ്ട്. കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു. ഇത്തവണയുണ്ട്. ഇതിൻ്റെ മാറ്റം, ഇവിടുത്തെ ടൂറിസത്തിൻ്റെ മാറ്റം. ഫോർട്ട് കൊച്ചിയുടെ ബീച്ച് വികസനം എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം കയ്യിൽ നിൽക്കുന്നതല്ല, വിവിധ വകുപ്പുകളാണ്. എല്ലാത്തിനും ഏകോപിപ്പിച്ച് ഫോർട്ട് കൊച്ചിക്കും എറണാകുളം ജില്ലക്കും എല്ലാവിധ പരിഗണനയും നൽകി മുന്നോട്ട് പോകും. അത് നൽകുമ്പോൾ മറ്റ് ഇടങ്ങളിൽ നൽകുന്നതിൻ്റെ പിന്നിലുള്ളൊരു കാഴ്ചപ്പാട് മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം അത് പറയേണ്ടത്. അവിടങ്ങളിൽ എത്രയോ കാലമായി ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരികയും അവ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായം ഉയർന്നു വരികയും ചെയ്യുകയായിരുന്നു. അതിപ്പോൾ മാറ്റം വന്നു. ഇവിടെ അതുപോലെ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കേരളത്തിൻ്റെ സാധ്യത അനന്തമാണ്. ഓരോ പഞ്ചായത്തിലും ഇപ്പോൾ നിങ്ങളിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത പഞ്ചായത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഫണ്ട് വേണം. ടൂറിസം വകുപ്പ് മാത്രം വിചാരിച്ചാൽ എല്ലാ പഞ്ചായത്തിലെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ വികസിപ്പിക്കാനാകില്ല. ഇവിടെയാണ് ടൂറിസം വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൈകോർത്തുകൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടൂറിസം വകുപ്പ് ഒരു പദ്ധതിക്ക് 60% തുക ചെലവഴിക്കും, ബാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചെലവഴിക്കുക എന്നുള്ള കാഴ്ചപ്പാടോടെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഇതിനകം 42 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൻ്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുന്നു. അധികം വൈകാതെ കേരളത്തിലെ 1000-ഓളം വരുന്ന ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അടങ്ങിയ ഇടങ്ങളിൽ നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. ഒരു പഞ്ചായത്ത് ഒരു പ്രപ്പോസൽ തന്നാൽ അത് ഒരു സ്ക്രൂട്ടിനി ചെയ്യാൻ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ടാണ് ആ പ്രപ്പോസൽ സ്വീകരിക്കുക. ഇപ്പം 42 പദ്ധതികൾ വന്നെങ്കിൽ 500-ലധികം അപേക്ഷകൾ വിവിധ ഭാഗങ്ങളിൽ വന്നതിൽ നിന്ന് സ്ക്രൂട്ടിനി ചെയ്തിട്ടാണ്. ഏതിനെങ്കിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ക്വാളിറ്റി കൂടി നോക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും ഈ പീരീഡിൽ തന്നെ 100-ലധികം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാം, ആരംഭിക്കാനാകും. ഭാവിയിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൻ്റെ ഭാഗമായി ഒരു ടൂറിസം പ്രൊജക്റ്റ് ഉണ്ടാകും എന്ന സന്തോഷ വിവരം കൂടി നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംരംഭം കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം വളരെ ഉത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രധാനമായിട്ട് വീണ്ടും മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് 4 കാര്യങ്ങളാണ്. അത് അത്യാവശ്യം. ഒന്ന്, മലബാർ പ്രദേശത്ത് ആ എയർപോർട്ട്സ് രണ്ടും കുറെ കൂടി നല്ല രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്ത് തരാമോ? ഞങ്ങൾക്ക് ഒരുപാട് ഫോറിനേഴ്സിനെ അങ്ങോട്ടൊന്ന് കാണാൻ താല്പര്യമുണ്ട്. ഞങ്ങൾക്കറിയാം അവിടെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ അവിടെ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള ആ എയർപോർട്ടിന്റെ പരിമിതികളാണ് ഞങ്ങളെ അതിനെ ചിന്തിക്കുന്നത്. അപ്പൊ അതാണ് എനിക്ക് ഒരു റിക്വസ്റ്റ്. മന്ത്രി എന്തെങ്കിലും ചെയ്യണം. എനിക്കറിയാം മന്ത്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഈ കാര്യം ഒന്ന് വളരെ കാര്യമായിട്ട് എടുത്താൽ വലിയ ഉപകാരം. രണ്ടാമത്തെ കാര്യമാണത്, നമുക്ക് ഈ അരികിലുള്ള ഈ കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അത് വല്ലാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. നമ്മളെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ഈ വലിയ ഗ്രൂപ്പായിട്ട് വന്ന് വലിയ കൊച്ചുകളിൽ പോകുന്ന ഫോറിനേഴ്സ് അവരെയൊക്കെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. അത് വലിയ പ്രോബ്ലമാണ്. ഒന്നുകിൽ അപ്ലോഡ് വളരെ വേഗം ആ റിപ്പയർ വർക്ക് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് വേഗം നിർത്തി കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതിനൊരു പ്രാമുഖ്യം കൊടുക്കണം. ഇനിയുണ്ട് മൂന്നാമത്തെ കാര്യം, നമ്മുടെ ആലപ്പുഴ അങ്ങോട്ടേക്ക് ഒരുപാട് ഫോറിനേഴ്സിന് പോയി ക്രൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ അവിടുത്തെ പല പഞ്ചായത്തുകളിലും ഞങ്ങളൊരു 7 ക്രൂസ് കൊടുക്കുന്ന ഒരു ഓപ്പറേറ്ററാണ്. അവിടുത്തെ എല്ലാ നല്ല ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങളിലും ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മലമ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നല്ലൊരു കലാകാരിയുണ്ട്, നല്ലൊരു മോഹിനിയാട്ടം നടത്തുകയും
അവിടുത്തെ ഒരു ചെറിയ അവിടുത്തെ ലൈബ്രറിയിലേക്ക് ഒരു പ്രോഗ്രാം ഇപ്പൊ ഞങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പഞ്ചായത്ത് ഒഴിഞ്ഞു കിടക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ പോയതാണ്. എന്താ പറ്റുന്നത് വെച്ചാൽ പല പല കുഴികളുടെ നിറച്ച് വെള്ളമാണ്, നമുക്ക് നടക്കുന്നില്ല. അപ്പൊ അതില് ഈ പഞ്ചായത്തില് മന്ത്രി ഒരുപാട് കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് അവിടെ നടപ്പിലാക്കുന്നവർക്ക് കുറെ കൂടെ ഒരു എന്താ പറയുക മോട്ടിവേഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. സമയം വരുന്നതോടുകൂടി ഞാൻ ഇനി ഒരുപാട് സജഷൻസ് ഉണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകത ചെറിയ സ്റ്റേറ്റ് ആണെങ്കിൽ 4 എയർപോർട്ടുണ്ട്. അതിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിയാലിൻ്റെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂർ, കോഴിക്കോട് എയർപോർട്ടുകളുടെ വികസനത്തിന് വേണ്ടി നിരന്തരം കേന്ദ്ര സർക്കാരുമായി സ്റ്റേറ്റ് ഗവൺമെൻറ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ടൂറിസ്റ്റ് രാജ്യങ്ങൾ, അത് ടൂറിസ്റ്റുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വരുന്നതിന് സഹായകരമായി മാറുന്നത് അതാതിടങ്ങളിൽ ചില എയർവേസുകളുടെ പ്രവർത്തനമാണ്. ഇപ്പോൾ ശ്രീലങ്ക നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ശ്രീലങ്കൻ എയർവേസാണ് ശ്രീലങ്കൻ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാർ. ശ്രീലങ്കൻ എയർവേസ് ഏതൊക്കെ രാജ്യത്ത് പോകുന്നു അവിടെയൊക്കെ ശ്രീലങ്കയിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനുള്ള പ്രത്യേക പദ്ധതികളും ക്യാമ്പയിനും സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു സ്റ്റേറ്റാണ്, ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമാണ്, നമുക്ക് മാത്രമായി ഒരു എയർവേസ് ഇല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ സഹോദരി ഇവിടെ പറഞ്ഞു, കേരളം മത്സരിക്കുന്നത് ടൂറിസം മേഖലയിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല. കേരളം ടൂറിസം മേഖലയിൽ മത്സരിക്കുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് കണ്ടുകൊണ്ട് എയർപോർട്ടുകളുടെയും എയർവേസിൻ്റെയും പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞ് കേരള ടൂറിസത്തെ വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തും. 1. 2, NH66 കാര്യമാണ് പറഞ്ഞത്. പ്രവൃത്തി വേഗത്തിലാക്കാൻ ഇടപെടൽ നടത്തുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത 66 മരണപ്പെട്ട ഒരു പദ്ധതിയായി. കേരളത്തിൻ്റെ പ്രത്യേകത, ഇന്ത്യയിൽ ഏറ്റവും അധികം വാഹനപ്പെരുപ്പമുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ് കേരളം. ആ നിലയിൽ കേരളത്തിൻ്റെ ഒരു ആശ്വാസ പദ്ധതിയായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി NH66. കർണാടകയിൽ നിന്ന് വന്ന് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന പദ്ധതിയാണ്. ദൗർഭാഗ്യവശാൽ ആ പദ്ധതി ഇല്ലാതായി. ആ പദ്ധതിക്ക് റീത്ത് വെക്കുന്ന സ്ഥിതി ഉണ്ടായി. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടത്തിലാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രകടന പത്രികയിൽ അതും എഴുതി വച്ചിരുന്നു. NH66 യാഥാർത്ഥ്യമാക്കാൻ, മുടങ്ങിപ്പോയ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇടപെടുമെന്ന് എഴുതി വച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരിയുമായും മുഖ്യമന്ത്രി ചർച്ച ചെയ്തു. പ്രശ്നം ഭൂമി ഏറ്റെടുക്കലാണ്. കേരളത്തിൽ ഭൂമി കിട്ടാനില്ല. ഭൂമി കിട്ടുന്നതിനാണെങ്കിൽ പൊന്നു വിലയാണ്. കേന്ദ്ര സർക്കാരാണെങ്കിൽ പണം തരാൻ തയ്യാറാകാത്ത സ്ഥിതി വന്നു. നേരത്തെയുള്ള ചില സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം അത് നമുക്കൊരു ബാധ്യതയായി വന്നു. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് ഫണ്ട് ചെലവഴിക്കാൻ തയ്യാറായത്. 100, 200, 500, 1000 കോടിയല്ല, 5600 കോടി രൂപ അതിനുവേണ്ടി കേരളത്തിൽ ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണി നടക്കുന്നത്. അന്ന് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച തന്നെ വേണ്ടി വരില്ലായിരുന്നു. കാരണം ആ പണി പോലും നടക്കുന്നുണ്ടാവില്ലായിരുന്നു. അപ്പോൾ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം മരണപ്പെട്ടു എന്ന് കരുതി റീത്ത് വെച്ചൊരു പദ്ധതിക്ക് 2025 ഡിസംബറോടുകൂടി 45 മീറ്റർ വീതിയിൽ 6 വരിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ NH66 യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നുള്ള സന്തോഷ വിവരമാണ് അറിയിക്കാനുള്ളത്. ഇതിൻ്റെ പദ്ധതിയുടെ പ്രത്യേക ശ്രമം നടത്താം. ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യമാണ്. കേന്ദ്ര സർക്കാരും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നിടത്തേക്ക് പോകുന്നത്. എല്ലാ 2 ആഴ്ചയിലും ഞങ്ങൾ ഇതിൻ്റെ റിവ്യൂ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി എല്ലാ മാസവും ഇതിൻ്റെ പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട്. എവിടെയാണോ പാളിച്ച അവിടെ ഇടപെടുന്നുണ്ട്. മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രശ്നമാണെങ്കിൽ കേരളത്തിൻ്റെ വനം വകുപ്പ് ഇടപെടും. വൈദ്യുതി പോസ്റ്റ് മാറ്റലാണെങ്കിൽ കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പിനെ ഇടപെടിക്കും. മെറ്റീരിയലിൻ്റെ ആവശ്യകതയാണെങ്കിൽ വ്യവസായ വകുപ്പ് ഇടപെടും. ഇതിനെയൊക്കെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി പോകും. ഇതിൻ്റെ പ്രവൃത്തി പൊതുമരാമത്ത് വകുപ്പ് പൊതുവെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേക സാധ്യത നമുക്ക് പരിശോധിക്കാം. NH66 വരുന്നതോടുകൂടി
കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഏണിപ്പടിയായി NH-66 മാറും എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ടായി, അതായത് ടൂറിസം മേഖല വെല്ലുവിളിയുള്ള അവസ്ഥയിലാണുള്ളത്. അപ്പോൾ സാറ് ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ അത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ആത്മവിശ്വാസത്തോടെയാണ് സാർ ചുമതല ഏറ്റെടുത്തത്? നമ്മൾ ലോകരാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ എവിടെയൊക്കെ ടൂറിസം മുന്നേറിയിട്ടുണ്ടോ അവിടെയൊക്കെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറിയിട്ടുള്ളത് അവിടുത്തെ ജനങ്ങളാണ്, അവിടുത്തെ യുവജനങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കേരളം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ ഈ സമീപകാലത്ത് വന്ന മാറ്റം, കേരളത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്താൻ യൂത്ത് തയ്യാറായി വരുന്നു എന്നുള്ളതാണ്. യൂത്ത് വ്ളോഗർമാർ, സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർ, വലിയ വ്ളോഗറൊന്നുമല്ല, എന്നാൽ അവരുൾപ്പെടെ അതിന് തയ്യാറാവുന്ന ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ 100-200 പേര് 250 പേര് ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെയുണ്ട്, ഇനി 2 ദിവസം ഇവിടെ ഉണ്ടാവും. ഫോർട്ട് കൊച്ചിയുടെ ചരിത്രവും ഫോർട്ട് കൊച്ചിയുടെ സാധ്യതയും ലോകത്തിനെ അറിയിക്കുന്ന നിലയിൽ നിങ്ങൾ സ്വയം ഓരോരുത്തരും വ്യക്തിപരമായി ആങ്കർമാരായി മാറി നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫോർട്ട് കൊച്ചി ഒന്ന് പരിചയപ്പെടുത്താൻ തീരുമാനിച്ചു നോക്കൂ. നിങ്ങൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഫേസ്ബുക്കിൽ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ, നിങ്ങളുടെ യൂട്യൂബിൽ ഒക്കെ അത് വരുമ്പോൾ ഇത് കാണുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. നിങ്ങളുടെ പരിചയപ്പെടുത്തലിൻ്റെ ഭാഗമായി ഇത് കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളിലെ 10-ൽ ഒരാൾ ഇതിൻ്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ വരാൻ തയ്യാറായാൽ, 10-ൽ ഒരാൾ വരാൻ തയ്യാറായാൽ 10,000ങ്ങളാണ് ഫോർട്ട് കൊച്ചി കാണാൻ വരിക. 10,000ങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ ഫോർട്ട് കൊച്ചിയിലെ ഹോം സ്റ്റേ നടത്തുന്നവർക്ക്, ഫോർട്ട് കൊച്ചിയിലെ മറ്റ് റിസോർട്ട് നടത്തുന്നവർക്ക്, ഫോർട്ട് കൊച്ചിയിൽ കടല വിൽക്കുന്നവർ മുതൽ വ്യാപാരം നടത്തുന്നവർക്ക് വരെ, ഫോർട്ട് കൊച്ചിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ മുതൽ ഫോർട്ട് കൊച്ചിയിൽ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വരെ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഹംഗറി പ്രധാനമന്ത്രി ഇവിടെ വന്നു, കുറേ ദിവസം ഇവിടെ നിന്നു, യാത്ര ചെയ്തത് ഓട്ടോറിക്ഷയിലാണ്. കേരളത്തിൽ മാത്രമേ ഓട്ടോറിക്ഷയിൽ അങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രധാനമന്ത്രിക്ക് പറ്റൂ. കാരണം കേരളം അത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ടൂറിസം വികസിക്കുമ്പോൾ അവിടെ വികസിക്കുന്നത് ഒരു നാടാണ്. ഒരു നാടിന് സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ കേരളത്തിൻ്റെ യുവത്വം വിചാരിച്ചാൽ കേരളത്തിൻ്റെ ടൂറിസത്തെ വലിയ കുതിപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് മുതൽ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരും കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറണം എന്ന് അഭ്യർത്ഥിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പാഠ്യപദ്ധതിയിൽ ടൂറിസം കൾച്ചർ അതിന്റെ ഭാഗമാക്കുന്നത്. ടൂറിസം കൾച്ചർ എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ പ്രദേശത്തൊക്കെ നമ്മൾ പോയാൽ കാണാം, നമ്മളൊരു വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ ആ കുപ്പി ഒരു സ്ഥലത്തേക്ക് വലിച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് വേറെ സ്ഥലത്തേക്ക് വലിച്ചെടുക്കും. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഇത് വെച്ച് നമ്മളൊരു പച്ചക്കറികൾ വെച്ച് ഈ പ്ലാസ്റ്റിക് വേറെ തുണി വേറെ അങ്ങനെ രീതിയിലാക്കുന്ന സാധനം ഇതിന്റെ ഭാഗമായിട്ട് പാഠ്യപദ്ധതിയിൽ തന്നെ നമ്മളെ വരുന്ന തലമുറയെ തന്നെ അത് ടൂറിസത്തിന്റെ ഭാഗമാക്കുന്ന ഒരു പ്രവർത്തനം നടത്താമെന്നതാണ് ഒരു നിർദ്ദേശം വെക്കാറുള്ളത്. മറ്റൊന്ന്, നമ്മുടെ ഡെസ്റ്റിനേഷൻ ചാലഞ്ചുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഡെസ്റ്റിനേഷൻ ചാലഞ്ചുകളുടെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഗുണം കിട്ടിയ ഒരു മണ്ഡലത്തിലെ ആളാണ് ഞാൻ. അപ്പോ നമുക്ക് ഈ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്കുള്ള 42 ഡെസ്റ്റിനേഷനുകളുടെ നമ്മളിപ്പോൾ പറഞ്ഞു. നമ്മുടെ ഈ ഡെസ്റ്റിനേഷനുകളിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ മണ്ഡലത്തിലൊക്കെ ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഡെസ്റ്റിനേഷനുകളിൽ നിന്നും മറ്റൊരു ഡെസ്റ്റിനേഷനുകളിലേക്കും ആ ഡെസ്റ്റിനേഷനിൽ നിന്നും ഈ ഡെസ്റ്റിനേഷനുകളിലേക്കും ഇങ്ങനെയുള്ള രീതിയിലേക്കുള്ള ഒരു യാത്രകൾ നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ടൂറിസം എന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ബേപ്പൂരിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വരാം. ഫോർട്ട് കൊച്ചിയിലുള്ള ആളുകൾ ബേപ്പൂരിലേക്ക് പോകണം. പ്രാദേശിക ഡെസ്റ്റിനേഷനുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രത്യേക രീതിയിലേക്കുള്ള ഒരു സംവിധാനം നമ്മുടെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായാൽ അതൊരു ഗുണമാവുന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് വെക്കുന്നത്. നല്ല നിർദ്ദേശമാണ്. ഒന്ന്, പാഠ്യപദ്ധതിയിൽ ടൂറിസവും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം
മാലിന്യമുക്ത കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തണമെന്നുള്ള നല്ല നിർദ്ദേശമാണ്. ഇത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച ചെയ്യാം എന്നുള്ളത് ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തത്, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ എന്ന നിലയിൽ അനുഭവേദ്യ ടൂറിസത്തെ വളർത്താൻ നമ്മുടെ നാട്ടിലെ ഓരോ പ്രാദേശികമായ പ്രത്യേകതകളെ ടൂറിസ്റ്റുകൾക്ക് പരിചയപ്പെടുത്താനുള്ള ഇടപെടൽ നടത്തി വരുന്നുണ്ട്. ടൂറിസം ക്ലബ്ബുകളെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി വ്യാപിപ്പിക്കണം. അത് യുവജനങ്ങളാണ് ടൂറിസം ക്ലബ്ബ് നയിക്കേണ്ടത്. യുവജനങ്ങളെ പങ്കാളിത്തത്തോടു കൂടി ടൂറിസം ക്ലബ്ബുകൾ നമുക്ക് നല്ല നിലയിൽ ഈ വർഷം 2025 കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ശ്രമിക്കണം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കി മാറ്റുക എന്നുള്ളത് പ്രധാനമാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ റെസ്റ്റ് ഹൗസ് കയറി ഒന്ന് വാഷ്റൂമിൽ പോയി ടിഷ്യൂ പേപ്പർ എടുത്ത് കൈ തുടച്ച് ടിഷ്യൂ പേപ്പർ റൂമിലിടാനൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് അവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് നടന്നിട്ടാണ് കണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ വേസ്റ്റ് ബോക്സുകൾ, ബിന്നുകൾ ഇതൊക്കെ സംഘടിപ്പിക്കാനും സ്ഥാപിക്കാനും ഈ ഒരു അവബോധം സൃഷ്ടിക്കാനും ഒക്കെ നേതൃത്വമായി യുവത്വം മാറേണ്ടതുണ്ട്. യുവത്വത്തിന് മാറാൻ വേണ്ടി പറ്റും. യുവജന സംഘടനകൾ, ഈ യുവജന സംഘടനകൾ ഏതുമായിക്കൊള്ളട്ടെ, പുതിയ കാലം ആഗ്രഹിക്കുന്ന ഇത്തരം ക്യാമ്പയിനുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ രൂക്ഷമായ കോവിഡിൻ്റെ ഘട്ടത്തിൽ ലോകത്തിന് ആക്രിപെറുക്കി മാതൃക കാണിച്ചൊരു യുവജന സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് DYFI ആണെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും. പലരും അതിനെ പരിഹസിച്ചവരുണ്ട്. ചിലർ ഇന്നും അത് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നവരുണ്ട്. എന്നാൽ അതിലൊന്നും നിങ്ങൾ നിരാശപ്പെടേണ്ട. നെറ്റി ചുളിക്കുന്നവരുടെ എണ്ണം മൈനോറിറ്റിയാണ്, ചെറു ന്യൂനപക്ഷമാണ്. മെജോറിറ്റിയും നിങ്ങളുടെ പ്രവൃത്തിയെ എല്ലാ നിലയിലും പിന്തുണക്കുന്നവരാണ്. പുതിയ കാലം കേരളം എങ്ങോട്ട് കുതിക്കുന്നുവോ അതിൻ്റെ മുന്നിൽ യുവത്വം കുതിക്കുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ അനന്ത സാധ്യത ടൂറിസമാണ്. കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി മാറ്റാൻ യുവത്വത്തിന് എന്ത് ചെയ്യാനാകും? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി മാറ്റാൻ ഒരു യുവജന പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യാനാകും? അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അത്തരം പരിശോധനകൾ നടത്തി നാട് മുന്നോട്ട് പോകുന്നതിൻ്റെ മുന്നിൽ തന്നെ എക്കാലവും നടന്ന യുവജന സംഘടനകൾ അതിന് നേതൃത്വം കൊടുക്കണം. അത്തരം ആലോചനകൾ നിങ്ങൾ നടത്തണം എന്നുകൂടി ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിയിലെ കാറൻമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ പ്രദേശം കലകൾക്ക് വലിയൊരു പ്രാധാന്യമുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് കഥകളി അതുപോലെ തന്നെ പുള്ളുവൻ പാട്ട് തുടങ്ങിയ അനേകം കലകൾ. പാലക്കാട് ജില്ലയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അനേകം കലകൾ. ഇപ്പോൾ അൺഎക്സ്പ്ലോർ ആയിട്ടുള്ള പ്രദേശത്തെക്കുറിച്ച് മിനിസ്റ്റർ പറഞ്ഞു. ഈ അട്ടപ്പാടി എന്ന് പറഞ്ഞ പ്രദേശം വലിയ ടൂറിസം സാധ്യതയുള്ള പ്രദേശമാണ്. ഈ അടുത്താണ് ഈ സ്കൂൾ കലോത്സവത്തിലാണ് അവിടെ നിന്നുള്ള ആദിവാസി വിഭാഗത്തിൻ്റെ ഇരുള നൃത്തം സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ മാനുവലിൽ പെടുത്തിയത്. എൻ്റെ ചോദ്യം ഇതാണ്, അതായത് നമ്മുടെ ഈ കൾച്ചറൽ ടൂറിസത്തിൻ്റെ സാധ്യത ടൂറിസം വകുപ്പ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉദാഹരണത്തിന് ബേക്കലിലോ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലോ തിരുവനന്തപുരത്ത് കോവളത്തോ വരുന്ന വിദേശികളായിട്ടുള്ള ആഭ്യന്തര സഞ്ചാരികളോ വിദേശ സഞ്ചാരികളോ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് നേരിട്ട് ഇടനിലക്കാരില്ലാതെ ഇത്തരം പ്രദേശങ്ങളിൽ പോയി ആർട്ട് ഫോമുകൾ നടക്കുന്ന ഇടങ്ങളിൽ നേരിട്ട് പോയി, ഉദാഹരണത്തിന് ഞാൻ വരുന്ന കാറമണ്ണയിൽ അവിടെ കുഞ്ചുനായർ ട്രസ്റ്റിൽ മാസത്തിൽ ചുരുങ്ങിയത് 5 തവണയെങ്കിലും നടക്കുന്ന സ്ഥലമാണ്. ഇത്തരം പ്രദേശങ്ങളിൽ പോയി ടൂറിസ്റ്റുകൾക്ക് ഡയറക്റ്റായി ഇത്തരം ആർട്ട് ഫോമുകൾ ആസ്വദിക്കാനുള്ള സംവിധാനം ടൂറിസ്റ്റ് സർക്യൂട്ട് വഴി, കൾച്ചറൽ സർക്യൂട്ട് വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൂറിസം വകുപ്പിന് സാധിക്കില്ല. അതൊന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ തന്നെ ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് നടത്തുന്നുണ്ട്, വലിയ പരിപാടിയാണ്. അതുപോലെ കേരളത്തിൻ്റെ പല പ്രദേശത്തും ആലപ്പുഴയിലുള്ള സ്ഥലങ്ങളിൽ വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസം കൾച്ചറൽ കലണ്ടർ വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പാലക്കാട് ജില്ലയിൽ താമസിക്കുമ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ കണ്ണൂർ ജില്ലയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ തെയ്യമുണ്ട് എന്ന് ചോദിക്കുന്ന നിരവധിയാണ്. പക്ഷെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സമ്പൂർണ്ണ ടൂറിസം കൾച്ചറൽ കലണ്ടർ ഉണ്ടാക്കി ലോകത്തിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വകുപ്പിന് സാധിക്കുമോ എന്നാണ് ചോദിക്കേണ്ടത്. താങ്ക് യു. എനിക്ക് ആ ചോദ്യം വലിയ സന്തോഷമുളവാക്കിയ കാര്യമാണ്.
ഇന്നലെ ഈ ടൂറിസം കലണ്ടറിൻ്റെ ഒരു മീറ്റിംഗ് ചേർന്നതിന് ശേഷമാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്നത്. കേരളത്തിലാകെ തെയ്യം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളും അതിൻ്റെ സമയം ഒക്കെ വെച്ചുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് എല്ലാ നിലയിലും ഉപകാരപ്രദമാകുന്ന നിലയിലേക്കുള്ള ഒരു കലണ്ടർ കൊണ്ടുവരണം എന്നുള്ള ആലോചന സർക്കാർ നടത്തിയിട്ടുണ്ട്. ഇന്നലെ അതിൻ്റെ ഒരു മീറ്റിംഗ് ഔദ്യോഗികമല്ലെങ്കിലും ഞങ്ങൾ ചേർന്നിരുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ഇനി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും ഒരു കലണ്ടർ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി കേരളത്തിൽ ഉണ്ടാകുന്ന നിലയിൽ ടൂറിസ്റ്റ് കലണ്ടർ ഉണ്ടാകും. ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് അത്രത്തോളം ബ്രോഡൻഡ് ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ വെബ്സൈറ്റ് വളരെ നല്ല നിലയിൽ വരുന്നുണ്ട്. നമുക്ക് ഇതുകൂടി എന്തായാലും പരിശോധിക്കാം. അട്ടപ്പാടി, അതുപോലെ തന്നെ ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം, ഈ ഇടങ്ങളൊക്കെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളുടെ ഇടങ്ങളിലെ ടൂറിസത്തിൻ്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പൊതുവെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സർക്കാർ സംവിധാനം ആലോചിക്കുന്ന കാര്യങ്ങൾ അത്തരമൊരു സംവിധാനത്തിൽ ഇല്ലാഞ്ഞിട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ യുവത്വത്തിന് ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്, ആനക്കാനയുടെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. നിങ്ങൾക്ക് ഈ നാടിന് നൽകാൻ വേണ്ടി പറ്റുന്ന സംഭാവനയെക്കുറിച്ച് നിങ്ങളുടെ സാധ്യതയെ നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കി ഇടപെടണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.